സഹോദരന്മാരെ, സഹോദരികളെ, നമസ്കാരത്തിൻ്റെ രൂപം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചതാണ്. മൊത്തത്തിൽ നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് പറയാം. ഏതൊക്കെ പ്രാർത്ഥനകളാണ് നമ്മൾ ചെല്ലുന്നത്, ഏതൊക്കെ സ്ഥലത്ത്, ഏതൊക്കെ സമയത്താണ് ഇത് ചെല്ലേണ്ടത് എന്ന കാര്യം കൂടി നമ്മൾ ഒന്നുകൂടി പറയുകയാണ്. ഓരോ സമയത്തുള്ളതിൻ്റെ പേരുകൾ, അത് നിർവഹിക്കേണ്ടത് എപ്പോഴാണ്, ചെല്ലേണ്ടത് എപ്പോഴാണ്, എന്താണ് ചെല്ലേണ്ടത്, ഈ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് തക്ബീറാണ്. തക്ബീർ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ പ്രവേശിക്കുമ്പോഴും ഓരോ റുക്നുകളിലേക്ക് കടക്കുമ്പോഴും തക്ബീർ ചെല്ലണം. അതാണ് തക്ബീറിൻ്റെ സമയം. ഉദാഹരണമായിട്ട് നമസ്കാരം തുടങ്ങുമ്പോൾ തക്ബീർ ചെല്ലണം, റുക്കുവിലേക്ക് പോകുമ്പോൾ തക്ബീർ ചെല്ലണം, സുജൂദിലേക്ക് പോകുമ്പോൾ തക്ബീർ ചെല്ലണം, സുജൂദ് എഴുന്നേൽക്കുമ്പോൾ തക്ബീർ ചെല്ലണം. ഇങ്ങനെ ഓരോ റുക്നുകളിലേക്ക് കടക്കുമ്പോൾ തക്ബീർ ചെല്ലണം. എങ്ങനെയാണ് തക്ബീർ ചെല്ലേണ്ടത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയണം. ദുആഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥന, അതെപ്പോഴാണ് ചെല്ലേണ്ടത്? ആദ്യമായി നമസ്കരിക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ആദ്യത്തെ തക്ബീർ ചൊല്ലുമല്ലോ, തക്ബീറത്തുൽ ഇഹ്റാം. ആ തക്ബീർ ചൊല്ലി കൈകെട്ടിയതിൻ്റെ ശേഷമാണ് ദുആഉൽ ഇസ്തിഫ്താഹ് ചൊല്ലേണ്ടത്. എങ്ങനെയാണത് ചൊല്ലേണ്ടത്? സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക സ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. ഇതാണ് ദുആഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥന. ഈ രൂപത്തിലാണ് ചൊല്ലേണ്ടത്. പിന്നെ അത്തഅവൂദ്, അതായത് ഫാത്തിഹ ഓതുന്നതിന് മുമ്പ്, ദുആഉൽ ഇസ്തിഫ്താഹ് ചൊല്ലിയതിൻ്റെ ശേഷം ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് ഇങ്ങനെ പറയണം: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണം. പിന്നെ ബിസ്മി ചൊല്ലണം, അൽ ബസ്മല. അത് അഊദു ചൊല്ലിയതിൻ്റെ ശേഷം ആണ് പറയേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അഊദു ചൊല്ലിയതിൻ്റെ ശേഷം പറയണം. അതിൻ്റെ ശേഷം അൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ ഓതണം. അപ്പോൾ നമസ്കരിക്കുവാൻ വേണ്ടി നിന്ന് കൈകെട്ടി ദുആഉൽ ഇസ്തിഫ്താഹ് ഓതി അഊദു ചൊല്ലി ബിസ്മി ചൊല്ലിയതിന് ശേഷം ആ നൃത്തത്തിൽ തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹ ഓതേണ്ടത്. സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന രൂപം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ അതിവിടെ ആവർത്തിക്കുന്നില്ല. പിന്നീട് ഫാത്തിഹ ഓതിയതിൻ്റെ ശേഷം അവസാനം ആമീൻ, തഅ്മീൻ ചൊല്ലണം. അതായത് ഫാത്തിഹയുടെ അവസാനത്തിൽ ആമീൻ എന്ന് പറയണം. പിന്നെ റുക്കൂഇൽ, തക്ബീർ ചൊല്ലിയാണല്ലോ റുക്കൂയിലേക്ക് പോവുക. റുക്കൂഇൽ തസ്ബീഹ് ചൊല്ലണം. അതായത് സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അളീം എന്ന തസ്ബീഹ് ചൊല്ലണം. അത് കഴിഞ്ഞിട്ട് അത്തസ്മീഅ്, റുക്കൂഇൽ നിന്ന് ഉയരുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണം. എങ്ങനെയാണ്? സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണം. പിന്നെ ആ നൃത്തത്തിൽ റുക്കൂവിന് ശേഷം എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് സമിഅല്ലാഹു, എഴുന്നേറ്റ് വരുമ്പോഴാണ് സമിഅല്ലാഹു ലിമൻ ഹമിദ പറയേണ്ടത്. ആ നൃത്തത്തിൽ റബ്ബനാ വലക്കൽ ഹംദ്, ഇഅ്തിദാൽ എന്നാണ് പറയുക, റബ്ബനാ വലക്കൽ ഹംദ് എന്ന് ചൊല്ലണം. അവിടെ നിൽക്കുമ്പോൾ റുക്കൂവിൻ്റെ ശേഷം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് നേരെ നിന്നതിന് ശേഷം ആ നൃത്തത്തിൽ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് ചൊല്ലണം. പിന്നെ സുജൂദാണല്ലോ, സുജൂദിലെ തസ്ബീഹ്, സുജൂദിൽ കിടന്ന് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് ഇസ്തിഗ്ഫാറാൻ, രണ്ട് സുജൂദുകളുടെ ഇടയിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞൊരു സുജൂദിൻ്റെ ശേഷം തക്ബീർ ചൊല്ലി ഇരിക്കും.
ആ ഇരുത്തത്തിൽ റബ്ബിഗ്ഫിർലി എന്ന് പറയണം. ഒരു വട്ടമാണത്. റബ്ബിഗ്ഫിർലി എന്ന് പറയണം. പിന്നെ രണ്ടാമത്തെ റക്അത്തിന് ശേഷം 2 റക്അത്തുള്ള നമസ്കാരമാണെങ്കിൽ, അതല്ലെങ്കിൽ 3 റക്അത്ത് 4 റക്അത്തൊക്കെയുള്ള നമസ്കാരമാണെങ്കിൽ രണ്ടാമത്തെ റക്അത്തിൻ്റെ ശേഷം തശഹുദ് ഓതണം. തശഹുദ് 2 റക്അത്ത് കഴിഞ്ഞുള്ള ആദ്യത്തെ ഇരുത്തത്തിൽ 3 റക്അത്തിനും 4 റക്അത്തിനും ശേഷമുള്ള അവസാന ഇരുത്തത്തിലും തശഹുദ് ഓതണം. അപ്പോൾ നമസ്കാരത്തിൻ്റെ അവസാനത്തിലും നമസ്കാരത്തിലെ രണ്ടാമത്തെ റക്അത്തിന് ശേഷമുള്ള ഇരുത്തത്തിലും തശഹുദ് ഓതണം. തശഹുദിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അതിൻ്റെ ശേഷം അവസാനത്തെ തശഹുദിൻ്റെ ഇരുത്തത്തിൽ, അതായത് നമസ്കാരത്തിൻ്റെ അവസാനത്തെ തശഹുദിൽ സലാം വീട്ടുന്നതിന് മുമ്പുള്ള ആ സമയത്തും ഇരിക്കുമല്ലോ അവസാന ഇരുത്തം, ആ ഇരുത്തത്തിൻ്റെ തശഹുദ് എന്നാണല്ലോ. ആ ഇരുത്തത്തിൽ ആ തശഹുദിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേർക്ക് സലാത്ത് ചൊല്ലണം. സലാത്തിൻ്റെ രൂപവും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. പിന്നെ തസ്ലീമാണ്. നമസ്കാരത്തിന് വിരമിക്കുന്ന സമയത്താണ് അത് ചൊല്ലേണ്ടത്. സലാം വീട്ടുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയുക. ആദ്യം വലതുഭാഗത്തേക്കും പിന്നെ ഇടതുഭാഗത്തേക്കും സലാം വീട്ടുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ. അത് ഓരോ സമയത്തും കൃത്യമായി പഠിച്ച് നമ്മൾ അതാതിൻ്റെ സമയങ്ങളിൽ ചെല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.